الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം കേരളത്തിൽ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു സയ്യിദ് കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി മലയാള മനോരമയുടെ ഹോർത്തൂസ് പരിപാടിക്കിടെ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് വീണ്ടും ഈ ചർച്ചയെ സജീവമാക്കിയത്. കേവല കർമ്മശാസ്ത്ര തർക്കം എന്നതിലുപരി സ്ത്രീകളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഈ വിഷയം ലളിതമായെന്ന് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മസ്ജിദുകളിൽ നടക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് അനുമതിയുണ്ടോ എന്നതാണ് നമ്മുടെ ചർച്ചയുടെ, നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്താൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആ വിഷയത്തെ മടക്കുക എന്നതാണ് ഖുർആനിന്റെ നിലപാട്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആ വിഷയത്തെ മടക്കുക എന്നതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر. ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കം, ഭിന്നത ഉടലെടുത്താൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ കാര്യത്തെ നിങ്ങൾ മടക്കേണ്ടതുണ്ട്. ഖുർആൻ ആ വിഷയത്തിൽ എന്തു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ആത്യന്തികമായ നിലപാട് തീരുമാനമാവേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് തർക്ക വിഷയത്തെ നിങ്ങൾ മടക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുകയാണ്. അതിനാൽ തന്നെ സ്ത്രീ ജുമുഅ ജമാഅത്തിന്റെ കാര്യത്തിലും ഖുർആനും ഹദീസും എന്തു പറയുന്നു എന്നത് മാത്രമാണ് നാം പഠിക്കേണ്ടത്. സൂറ ആലി ഇമ്രാനിലെ 43-ാമത്തെ വചനമാണ് തുടക്കത്തിൽ ഞാൻ പാരായണം ചെയ്ത്. അള്ളാഹു പറയാണ്, അള്ളാഹു മറിയം അലൈഹിസ്സലാമയോട് പറയാണ്. മറിയം ബീവി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മാതൃകയായിട്ട് അള്ളാഹു തആല വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള മഹദ്വനിതയാണ് മറിയം ബീവി എന്ന് പറയുന്നത്. ആ മറിയം ബീവിയോട് അള്ളാഹു നടത്തിയ ആഹ്വാനം പറയുകയാണ്.
അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞു, യാ മറിയം ഖുനതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാഖഈൻ. മറിയമേ, ഇഖ്നുതി ലിറബ്ബികി, നീ നിന്റെ രക്ഷിതാവിന് കീഴ്പ്പെടുക. വസ്ജുദി വർക്കഈ മഅർ റാഖഈൻ, നീ സുജൂദ് ചെയ്യുക, നീ റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം റുക്കൂഅ് ചെയ്യുകയും ചെയ്യുക. മറിയം ബീവി അലൈഹസ്സലാമയോട് അല്ലാഹു തആല നടത്തിയ കൽപ്പനയായിട്ട്, നിർദ്ദേശമായിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാഹു മറിയം ബീവിയോട് പറഞ്ഞു, യാ മറിയം ഖുനതി ലിറബ്ബികി, നിന്റെ താങ്കളുടെ രക്ഷിതാവിനെ താങ്കൾ കീഴ്പ്പെടണം മറിയമേ. വസ്ജുദി, താങ്കൾ സുജൂദ് ചെയ്യണം. വർക്കഈ മഅർ റാഖഈൻ, റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം താങ്കൾ റുക്കൂഅ് ചെയ്യുകയും ചെയ്യണമെന്നാണ്. മറിയം ബീവിയോട് അല്ലാഹു തആല ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പറയാൻ. അതാണ് വർക്കഈ മഅർ റാഖഈൻ, റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം റുക്കൂഅ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബൈലാവി അതിന് നൽകിയ വിശദീകരണം, തഫ്സീർ ബൈലാവിയിൽ നമുക്ക് വിശദീകരണം കാണാൻ സാധിക്കും. മറിയം ബീവിയോട് അല്ലാഹു ഇവിടെ നൽകിയ കൽപ്പന സംഘമായി നമസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വർക്കഈ മഅർ റാഖഈൻ എന്ന് പ്രയോഗിക്കുന്നത്. റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം റുക്കൂഅ് ചെയ്യുക, അതല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാനല്ല മറിയം ബീവിയോട് അല്ലാഹു തആല ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തഫ്സീർ ഖാസിൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ റാക്കിയാത്ത് എന്ന് പറയാതെ വർക്കഈ മഅർ റാക്കിയാത്ത്, റുക്കൂഅ് ചെയ്യുന്ന വനിതകളോടൊപ്പം താങ്കൾ നമസ്കരിക്കുക എന്നല്ല മറിയം ബീവിയോട് അല്ലാഹു തആല പറഞ്ഞത്, മറിച്ച് വർക്കഈ മഅർ റാഖഈൻ, റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം നമസ്കരിക്കുക. റാക്കിഊൻ അതല്ലെങ്കിൽ റാക്കിഈൻ എന്നൊക്കെ പറയുന്നത് അത് പുല്ലിംഗ വചനമാണ്. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടി ഒരിടത്ത് റുക്കൂഅ് ചെയ്യുന്നുണ്ട്. അതാണ് സംഘ നമസ്കാരം എന്ന് പറയുന്നത്. ആ സംഘ നമസ്കാരത്തിൽ റാക്കിആത്ത് എന്ന് പറയാതെ റാക്കിഈൻ എന്ന് പറയാൻ കാരണം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ സംഘത്തോടൊപ്പം നമസ്കരിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തഫ്സീർ ഖാസിനിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീ ജമാഅത്ത് എന്ന് പറയുന്നത് ഖുർആൻ വിലക്കുന്നില്ല. സംശയലേശമെന്നെ നമുക്ക് പറയാൻ സാധിക്കും ഖുർആൻ അത് വിലക്കിയിട്ടില്ല എന്നുള്ളത്. ഇനി സുന്നത്തിൽ, പ്രവാചക ചര്യയിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? സുന്നത്തും പറയുന്നത്, പ്രവാചകന്റെ ഹദീസുകളും പറയുന്നത് സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്നാണ്. സ്ത്രീകൾക്ക് ഇസ്ലാമിക ശരീഅത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ശരീഅത്തിൽ സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകൾ നിർബന്ധമായ കാര്യമല്ല. പക്ഷെ സ്ത്രീകൾ പങ്കെടുത്താൽ അവർക്ക് അതിന്റെ പുണ്യം നേടാവുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ പള്ളികളിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് ഒരു ഹദീസിലല്ല, ഡസൻ കണക്കിന് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഹദീസിന്റെ നിലപാട് ആദ്യം ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഖുർആൻ ഒരു കാര്യം മാത്രമല്ല, ഖുർആനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതല്ലേ, നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മന്ദിരം കഅബാലയത്തെ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം എന്നാണോ? അല്ല, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം. ആണും പെണ്ണുമെല്ലാം അടങ്ങിയവരാണല്ലോ ജനങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്നതാണല്ലോ ഖുർആന്റെ പ്രയോഗം. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസ്, എന്നല്ല വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. അതെന്നും അതുപോലെ തന്നെ ആണും പെണ്ണും അടങ്ങിയ എല്ലാവരും അവിടെ വരുന്നു, നമസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു. എല്ലാം നമുക്കറിയാവുന്നതും നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ നേരിട്ടുമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. അപ്പൊ ഖുർആനിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്ക് കൂടിയുള്ളതാണ് പള്ളി. അവർക്ക് നിർബന്ധമില്ല. ജുമുഅ ജമാഅത്തുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. പക്ഷേ അവരതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കതിന്റെ പുണ്യം നേടാവുന്നതാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹു പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, ഹദീസുകളിലേക്ക് നാം മടങ്ങുകയാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരു ഹദീസിലല്ല, ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമ്മൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് വൽയഖ്റുജന തഫിലാത്തിൻ. അള്ളാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ ദാസിമാരെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത്. വല്യഖ്റുജന തഫിലാത്തിൻ, അവരെ സുഗന്ധം പുരട്ടാതെ പള്ളികളിലേക്ക് പുറപ്പെടട്ടെ. അവര് സുഗന്ധം പുരട്ടാതെ പള്ളികളിലേക്ക് പുറപ്പെടട്ടെ. അള്ളാന്റെ ദാസിമാർ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുതെന്ന് പറയാണ്. സഹോദരങ്ങളെ, മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് സംഘടിത നമസ്കാരങ്ങളിൽ സ്ത്രീകൾ ധാരാളമായിട്ട് പങ്കെടുത്തിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നീല അദ്ഖുലു ഫിസ്സലാത്തി വഅന ഉരീദു ഇത്വാലതുഹാ, ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും, കുറച്ച് ദീർഘിച്ചൊന്ന് ഖുർആൻ പാരായണം ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴായിരിക്കും പിറകുവശത്ത് നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. അപ്പൊ ഞാൻ നമസ്കാരം ചുരുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പിറകുവശത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞാൻ നമസ്കാരം ചുരുക്കും. ബിമാ അയലമു മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി, ആ കുഞ്ഞിന്റെ കരച്ചിൽ കാരണം ഉമ്മക്കുണ്ടാവുന്ന വേദന കൊണ്ട്, അതല്ലെങ്കിൽ ഉമ്മക്കത് പ്രയാസമായിരിക്കും എന്നതിനാൽ തന്നെ ഞാൻ നമസ്കാരം ചുരുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബി വര്യനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി നമസ്കാരം ചുരുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവരുടെ കൂടെ അവരുടെ മാതാവുണ്ടാകും എന്നുള്ള ചിന്തയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖറഉ ബിസ്സൂറത്തിൽ ഖഫീഫത്തി അവിൽ ഖസീറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സൂറത്തുകളാണ് ഓതുക. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് കാര്യങ്ങൾ ലഘുവാവാൻ വേണ്ടി, പ്രയാസരഹിതമാവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഘുവായ രീതിയിൽ കുറഞ്ഞ അളവിൽ ഖുർആൻ പാരായണം ചെയ്യും. ചെറിയ സൂറത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. വലിയ സൂറത്ത് ഓതിയാലോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ സൂറത്തുകളിലേക്ക് മടങ്ങും. കാരണം സ്ത്രീകളുടെ കൂടുതലുള്ള സാന്നിധ്യം പ്രവാചകൻ കേൾക്കുന്നു, അനുഭവിക്കുന്നു. കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോ ജമാഅത്ത് നമസ്കാരങ്ങളിൽ, സുബഹ് അടക്കമുള്ള എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇന്നും സ്ത്രീകളുണ്ട്, നമ്മളതൊക്കെ കാണുന്നതാണ്. സഹോദരങ്ങളെ, സുബഹ് അടക്കമുള്ള പ്രഭാത നമസ്കാരം, ഫജ്ർ നമസ്കാരം അടക്കമുള്ള എല്ലാ നിർബന്ധ സംഘടിത നമസ്കാരങ്ങളിലും സ്ത്രീകൾക്ക് നിർബന്ധമല്ലെങ്കിൽ പോലും പ്രവാചകന്റെ കൂടെ പുണ്യം നേടാൻ വേണ്ടി അവരെ പങ്കെടുത്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫഅാത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ലീന الصലാത്ത ലാ യഅരിഫുന്ന അഹദുൻ മിനൽ ഗലസി. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ വനിതകളായിരുന്നു. യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുമായിരുന്നു. സ്വലാത്തുൽ ഫജ്ർ, പ്രഭാത നമസ്കാരത്തിന്, സുബഹ് നമസ്കാരത്തിനടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സത്യവിശ്വാസിനികളായ വനിതകൾ പങ്കെടുക്കുമായിരുന്നു. മുത്തലഫഅാത്തിൻ ബിമുറൂതിഹിന്ന, അവരുടെ പുതപ്പുകൾ പുതച്ചുകൊണ്ടാണ് അവരെ നമസ്കരിക്കാൻ വരുന്നത്. സുമ്മ യൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ലീന സ്വലാ, അങ്ങനെ നമസ്കാരം കഴിയുമ്പോൾ അവരുടെ വീടുകളിലേക്ക് പുതപ്പും പുതച്ചുകൊണ്ട് അവർ പുറപ്പെടുമായിരുന്നു. ലാ യഅരിഫുന്ന അഹദുൻ മിനൽ ഗലസി, ഇരുട്ട് കാരണത്താൽ ഒരാൾക്കും അവരെ തിരിച്ചറിയാത്ത രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവര് സംഘടിത നമസ്കാരങ്ങളിൽ, ഫജ്ർ നമസ്കാരത്തിലടക്കം പങ്കെടുക്കാൻ വരുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ മാത്രമല്ല ജുമുഅ നമസ്കാരത്തിലും സ്ത്രീകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിരുന്നു. അബ്ദുറഹ്മാന്റെ മകൾ അംറ റളിയല്ലാഹു അൻഹ തന്റെ ഒരു സഹോദരിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, എന്റെ സഹോദരി ഇപ്രകാരം പറഞ്ഞിരുന്നു, അഖദ്തു ഖാഫൽ ഖുർആനിൽ മജീദ് മിൻ ഫീ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅത്തി വഹുവ യഖറഉ ബിഹാ അലൽ മിൻബരി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ ഇങ്ങനെ ഖാഫൽ ഖുർആനിൽ മജീദ്, മിക്ക വെള്ളിയാഴ്ചയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ പാരായണം ചെയ്യും. ആ പാരായണം കേട്ടുകൊണ്ടാണ്, ആ സഹോദരി പറയാണ്, ആ പാരായണം കേട്ടുകൊണ്ടാണ് ഖാഫൽ ഖുർആനിൽ മജീദ് എന്ന് പറയുന്ന അധ്യായം ഞാൻ മനഃപ്പാഠമാക്കിയത്. റസൂലുള്ളാഹി ധാരാളം അത് മിമ്പറിൽ പാരായണം ചെയ്യും. പ്രവാചകന്റെ വെള്ളിയാഴ്ചയിൽ മിമ്പറിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് ഞാൻ മനഃപ്പാഠമാക്കിയത്. അത് വീട്ടിൽ നിന്ന് കേട്ടു എന്നല്ല, പള്ളിയിൽ വന്ന് തന്നെ കേട്ടു എന്നാണ് പറയുന്നത്. പ്രവാചക കാലത്തെ വനിതകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഖൗല ബിൻത് ഖൈസുൽ ജുഹന്നിയ എന്ന് പറയുന്ന സ്വഹാബി വനിത പറയാണ്, കുന്തു അസ്മഉ ഖുത്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ ഞാൻ കേൾക്കാറുണ്ട്. എവിടെ നിന്ന് കേൾക്കും? എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുമെന്നല്ല. വഅന ഫീ മുഅഖറിൻ നിസാഇ വഅസ്മഉ ഖിറാഅതഹു ഖാഫൽ ഖുർആനിൽ മജീദ് അലൽ മിൻബരി വഅന ഫീ
മുഅഖറിൽ മസ്ജിദി, പള്ളിയുടെ പിറകുവശത്തിൽ സ്ത്രീകളുടെ പിറകെ നിന്നുകൊണ്ട്, പിറകിലുള്ള സൊഫിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ കേൾക്കും. ആ ഖുത്ബയിൽ റസൂലുള്ളാഹി ഖാഫൽ ഖുർആനുൽ മജീദ് എന്ന് പറയുന്ന അധ്യായം ധാരാളമായി പാരായണം ചെയ്തപ്പോ അതെങ്ങനെ ക്രമേണ എനിക്ക് മനപ്പാഠമായി എന്ന് സ്വഹാബി വനിതാ സഹോദരി പറഞ്ഞതായിട്ട് സഹോദരങ്ങളെ ഖൗല ബിൻത് ഖൈസിൽ ജുഹന്നിയ എന്ന് പറയുന്ന സ്വഹാബി വനിത ഉദ്ധരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവ ജമാഅത്തുകൾക്ക് ജമാഅത്തുകൾക്ക് അവർക്ക് നിർബന്ധമില്ലെങ്കിൽ പോലും അവർ പങ്കെടുത്തിരുന്നു. ജുമുഅയും അവർക്ക് നിർബന്ധമില്ലെങ്കിലും അവർ പങ്കെടുത്തിരുന്നു. അതിലെ പുണ്യം നേടാൻ വേണ്ടി അവർ പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്ന. സഹോദരങ്ങളെ, അതാണ് ശരിയായ നിലപാട്, അതാണ് ഈ വിഷയത്തിലുള്ള കൃത്യമായ നിലപാടെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും രാത്രി നമസ്കാരങ്ങളിലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. വിശേഷിച്ചും റമദാനിലെ രാത്രി നമസ്കാരങ്ങളിലൊക്കെ സ്ത്രീകൾ ധാരാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ദഖലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി പള്ളിയിൽ പ്രവേശിച്ചു. പള്ളിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഫൈദാ ഹബലുൻ മംദൂദുൻ ബൈന സാരിയത്തൈൻ, പള്ളിയിലെ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. ഇതെന്ത് കയറാണ്? മാഹാദൽ ഹബലു, ഇതെന്താ പള്ളിയിൽ ഇങ്ങനെ ഒരു കയറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ഹാദാ ഹബലുൽ സൈനബ്, ഇത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയറാണ്. സൈനബ് റളിയല്ലാഹു അൻഹ നിസ്കരിച്ച് ഫൈദാ ഫതറ തഅല്ലഖത്, അവർ ക്ഷീണിതയാകുമ്പോ ഈ കയറിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്, അവരെ തളരാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് എങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹല്ലു, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് നിങ്ങൾ അഴിച്ചിടണേ. ലിയുസല്ലി അഹദുക്കും നശാതഹു, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഉണർവുണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് ഐച്ഛിക നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വിശേഷിച്ചും നിർവഹിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ധാരാളം വർദ്ധിപ്പിക്കണം. അത് നിങ്ങൾക്ക് ഉറക്കം വരുന്ന ഘട്ടത്തിലല്ല, അത് നിങ്ങൾക്ക് ഉന്മേഷമുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. ഫൈദാ ഫതറ ഫൽയഖുദ്, നിങ്ങൾക്ക് തളർച്ചയുണ്ടാവുകയാണെങ്കിൽ, ക്ഷീണമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കുന്ന, അതല്ലാതെ കയറിൽ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് നിസ്കരിക്കേണ്ടുന്ന, കയറിൽ പിടിച്ച് ക്ഷീണിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടുന്ന ഐച്ഛിക നമസ്കാരം, സുന്നത്ത് നമസ്കാരം അങ്ങനെ നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ മസ്ജിദിൽ ഉണ്ടായിരുന്നു രാത്രി നമസ്കാരത്തിന് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പള്ളിയിലെ എഴുത്തിക്കാപ്പിലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. ഏത് സ്ത്രീകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ. സഹോദരങ്ങളെ, കൃത്യമല്ലേ ഹദീസിൽ പറയുന്നത്? അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശറൽ അവാഖിറ മിൻ റമളാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അവസാനത്തെ 10 എഴുത്തിക്കാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിക്കുന്നത് വരെ, പ്രവാചകന്റെ വഫാത്ത് വരെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമായിരുന്നു. സുമ്മഅതഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം പ്രവാചക പത്നിമാരും പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ പറയും. ഇതൊക്കെ കൃത്യമാണ്. ഈ ഹദീസുകളെല്ലാം തന്നെ ആർക്കും തള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വ്യാഖ്യാന സാധ്യതയില്ലാത്ത ഹദീസുകളാണ്, നിവേദനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മസ്ജിദിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം ശ്രവിക്കുന്നവരിലും സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്തു ഫിൽ മസ്ജിദി, ഞാൻ പള്ളിയിലായിരിക്കെ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. പള്ളിയിലായിരിക്കെ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. കുന്തു ഫിൽ മസ്ജിദ്, എത്ര കൃത്യമാണ് ഹദീസിലെ പ്രയോഗങ്ങൾ. ഞാൻ പള്ളിയിലായിരിക്കെ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖന വലൗ മിൻ ഹുലിയികുന്ന, നിങ്ങളുടെ ആഭരണങ്ങളിൽ നിന്ന് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു എന്നതിന് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ഹദീസുകൾ മാത്രമല്ല, ധാരാളം ഹദീസുകൾ തെളിവാണ്. അതുകൊണ്ടാണ് ശാഫിഈ മദ്ഹബിൽ തന്നെ അഗ്രഗണ്യനായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ശാഫിഈയാക്കളാണ് എന്ന് പറയുന്നവരല്ലേ പലപ്പോഴും ഈ പെണ്ണുങ്ങളെ ജുമുഅ ജമാഅത്തുകളിൽ തടയുന്നവരിൽ മുൻപന്തിയിലുള്ളത്. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്, കർമ്മശാസ്ത്ര കൃതിയാണ്, ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു വൽ ഇജ്മാഅ, ഇബ്നുൽ മുൻദിറും അദ്ദേഹമല്ലാത്ത പണ്ഡിതന്മാരും ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാം, ജുമുഅ ജമാഅത്തുകളിൽ അവർക്ക് പങ്കെടുക്കുന്നതിൽ ഇജ്മാ ഉണ്ട്. അലാ അന്നഹാ ലൗ ഹലറത് വസല്ലത്തിൽ ജുമുഅത്തു ജാസ, സ്ത്രീകൾ പള്ളിയിൽ വന്ന് ജുമുഅയിൽ പങ്കെടുത്താൽ അത് അനുവദനീയമാണെന്ന് ഇബ്നുൽ മുൻദിറും ഇബ്നുൽ മുൻദിർ അല്ലാത്ത പണ്ഡിതന്മാരും പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ, ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത്. 1 കിതാബ്, 2 സുന്നത്ത്, 3 ഇജ്മാ എന്നുള്ളതാണ്. ഇജ്മാ ഉണ്ടെന്ന് പറയാണ്. ആര് പറഞ്ഞു? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആരെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു? ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട്, ഇബ്നുൽ മുൻദിറും അദ്ദേഹമല്ലാത്ത പണ്ഡിതന്മാരും സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ജുമുഅ നമസ്കരിച്ചാൽ അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. വെറുതെ ഇജ്മാ ആയതല്ല, കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ആ ഇജ്മാ രൂപം കൊണ്ടത് എന്നുകൂടി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീലത്തു അന്ന നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിഹി ഖൽഫ റിജാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ പിറകെ നമസ്കരിച്ചിരുന്നു എന്നതിന് ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീല, ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദിബിലെ പ്രയോഗമാണ്. ധാരാളം സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ പ്രവാചകന്റെ പിന്നിൽ പുരുഷന്മാരുടെ പിറകിൽ നമസ്കരിച്ചിരുന്നു എന്നതിന് സ്വഹീഹായ ധാരാളം ഹദീസുകൾ, മുസ്തഫീല എന്നാണ്, ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയന്ന ഇഖ്തിലാത്തൻ നിസാഇ ബിർരിജാലി ഇദാ ലം യകുൻ ഖൽവതൻ ലൈസ ബിഹറാമിൻ, സ്ത്രീകളും പുരുഷന്മാരും ഒരു സ്ഥലത്തുണ്ടാവുക എന്നുള്ളത്, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവുന്ന അവസ്ഥ ഇല്ല എങ്കിൽ അത് അനുവദനീയമാണ്, അത് ഹറാമല്ല എന്നുകൂടി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും മാത്രമല്ല, സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാമെന്നതിന് ഗവേഷണപടുക്കളായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അഥവാ ഇജ്മാ കൂടി ഉണ്ട് എന്നാണ് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ഉദ്ധരിക്കപ്പെടാറുള്ള ചില മറുവാദങ്ങൾ കൂടി കൃത്യമായിട്ട് മറുപടി പറയേണ്ടതുണ്ട്. കൃത്യമായിട്ടും ഈ വിഷയം അങ്ങനെയുള്ള വിഷയമാണ്, ധാരാളം മറുവാദങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ആ മറുവാദങ്ങൾക്ക് കൂടി കൃത്യമായ മറുപടി പറയാണ് സഹോദരങ്ങളെ. ആ മറുപടി അതിൽ മതിയായതായതെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പള്ളിയുമായി ബന്ധപ്പെട്ട 2 സൂക്തങ്ങളിൽ റിജാലുൻ എന്ന പ്രയോഗമുണ്ട് എന്നുള്ളതാണ്. ആ പ്രയോഗങ്ങൾക്ക് പുരുഷന്മാർ എന്നർത്ഥം നൽകി പള്ളി പുരുഷന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വ്യാഖ്യാനിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന രീതിയാണ്. അതിൽ ഖുർആൻ പള്ളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റിജാൽ എന്ന പ്രയോഗം കടന്നു വരുന്ന 2 ഇടങ്ങളിലാണ്. ഒന്ന് സൂറത്തു നൂറിലും മറ്റേത് സൂറത്തു തൗബയിലുമാണ് സഹോദരങ്ങളെ. സൂറത്തു തൗബയിലെ വചനം ഇപ്രകാരമാണ്: ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ അതിന് ഖുർആനിൽ തന്നെ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ ഉന്നയിക്കാറുള്ള ഖുർആനിലെ ഒരു വചനം ഇപ്രകാരമാണ്. യഥാർത്ഥത്തിൽ അവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്നൊരു ഉദ്ദേശമില്ല, ആളുകൾ എന്ന അർത്ഥമേ അതിനുള്ളൂ. എന്താണ് ആ വചനത്തിൽ പറയുന്നത്? മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. പ്രവാചകരെ ആദ്യഘട്ടത്തിൽ തന്നെ തഖ്വയുടെ അസ്തിവാരത്തിൽ സ്ഥാപിതമായിട്ടുള്ള പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലാണ് താങ്കൾ നമസ്കരിക്കേണ്ടത്. ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു. ആ പള്ളിയിൽ ഒരുപാട് റിജാലുണ്ട്, വിശുദ്ധി കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് റിജാൽ ആ പള്ളിയിലുണ്ട്. ഇവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെറുതെ അങ്ങ് അർത്ഥം പറയുകയാണ്. സഹോദരങ്ങളെ, അതല്ല, അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. അങ്ങനെ ഒരു നിഷ്കർഷ പുരുഷന്മാരെന്ന അർത്ഥം മാത്രം നൽകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഖുർആനിൽ തന്നെ റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ എന്ന അർത്ഥത്തിലല്ലാതെ ആളുകൾ, ജനങ്ങൾ എന്ന അർത്ഥത്തിൽ ധാരാളം ഇടങ്ങളിൽ ഖുർആൻ റിജാൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 ഇടങ്ങളിലെ ഖുർആനിലെ റിജാൽ എന്ന പ്രയോഗത്തിനും പുരുഷന്മാർ എന്ന അർത്ഥമല്ല, ആളുകൾ എന്ന അർത്ഥം
മാത്രമാണ് നമുക്ക് പരികൽപ്പന ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആളുകൾ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ വേറെയും ചില വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറ അൽ അഅറാഫിലെ 46-ാമത്തെ സൂക്തം. സൂറ അൽ അഅറാഫിന് അൽ അഅറാഫ് എന്ന പേര് ലഭിക്കാൻ തന്നെ ഈ സൂക്തമാണ് കാരണമാവുന്നത്. സഹോദരങ്ങളെ, ആ സൂക്തം ഇപ്രകാരമാണ്: വഅലൽ അഅറാഫി റിജാലു യഅരിഫൂന കുല്ലം ബിസീമാഹും. അഅറാഫിന് മേൽ, അഅറാഫ് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ്, അതല്ലെങ്കിൽ ഒരു ഇടമാണല്ലോ അഅറാഫ് എന്ന് പറയുന്നത്. ആ അഅറാഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുകയാണ്, വഅലൽ അഅറാഫി റിജാലുൻ. അഅറാഫിന്റെ മീതെ ചില റിജാൽ ഉണ്ടാവുന്നതാണ്, ചില ആളുകൾ ഉണ്ടാവുന്നതാണ്. യഅരിഫൂന കുല്ലം ബിസീമാഹും. അവരവരുടെ അടയാളം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഅറാഫിൽ നിലനിൽക്കുക ആണുങ്ങൾ മാത്രമാണെന്നാണോ പരികൽപ്പന? ഒരിക്കലുമേ അല്ല. ആണും പെണ്ണും അടങ്ങിയ ആളുകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇങ്ങനെ റിജാൽ എന്ന് പറയുന്ന പ്രയോഗമാണ് ഒന്നാമതായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഖുർആനിലെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിജാൽ എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ ആണുങ്ങൾ എന്ന അർത്ഥമില്ല, മറിച്ച് ആളുകൾ എന്ന അർത്ഥമാണുള്ളത്. പുരുഷന്മാർ എന്ന അർത്ഥമല്ല, മറിച്ച് ആളുകൾ എന്ന അർത്ഥമാണ് നമുക്ക് പരികൽപ്പന ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വാദഗതി എന്ന് പറയുന്നത് ഹിജാബിന്റെ വചനങ്ങൾ. ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ ഹിജാബ് പാലിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായിട്ടുണ്ട്. ധാരാളം വചനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായമുണ്ട്. സൂറത്തുൽ നൂറിലെ, സൂറത്തുൽ അഹ്സാബിലെ ചില വചനങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഇത് ആയാത്തുൽ ഹിജാബിൽ പെട്ടതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഹിജാബിന്റെ വചനങ്ങൾക്ക് ശേഷം അങ്ങനെ പള്ളിയിൽ പോവാതിരുന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഹിജാബിന്റെ വചനങ്ങൾക്ക് ശേഷം മാത്രമല്ല, മുഴുവൻ ഖുർആനിക വചനങ്ങളും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിക വചനങ്ങളുടെ പൂർത്തീകരണം ഉണ്ടായതിനു ശേഷവും, അതല്ലെങ്കിൽ ഖുർആനിലെ മുഴുവൻ വചനങ്ങളും ഇറങ്ങിയതിനു ശേഷവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഖലീഫമാരുടെ യുഗത്തിലുമെല്ലാം സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നഹുന്ന കുന്ന യഹജുദ്ന വയതുഫ്ന വയഖ്റുജന ഇലൽ മസാജിദി ഫീ അഹദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫമാരുടെ യുഗത്തിലുമെല്ലാം അന്നഹുന്ന കുന്ന യഹജുദ്ന, സ്ത്രീകൾ ഹജ്ജ് ചെയ്യുമായിരുന്നു, വയതുഫ്ന, സ്ത്രീകൾ തവാഫ് ചെയ്യുമായിരുന്നു, വയഖ്റുജന ഇലൽ മസാജിദി, അവർ പള്ളികളിലേക്ക് പുറപ്പെടുമായിരുന്നു. അവർ മസ്ജിദുൽ ഹറാമിലേക്ക് മാത്രം പുറപ്പെടുമെന്നല്ല, അവർ പള്ളികളിലേക്ക് പുറപ്പെടുമായിരുന്നു എന്നാണ് ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ കാലത്തും, മുൻകാലങ്ങളിൽ, ഉത്തമ നൂറ്റാണ്ടുകളിൽ, റസൂലുള്ളാഹിയുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിൽ, ഖലീഫമാരുടെ യുഗത്തിൽ എല്ലാം തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദ്നാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഖാലാത്ത് ഫിൽ മഹർ, അതല്ലെങ്കിൽ മഹറിൽ നിങ്ങൾ പരിധി വിട്ടു പോവാൻ പാടില്ല എന്ന് ഉപദേശിക്കുന്ന ഘട്ടത്തിൽ, മിമ്പറിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അതിനെ തിരുത്തുന്നത് ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടി ഒരു പെണ്ണതിനെ തിരുത്തി എന്നല്ലേ ചരിത്ര നിവേദനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, പെണ്ണ് തിരുത്തണമെങ്കിൽ പെണ്ണ് പള്ളിയിൽ ഉണ്ടാവണമല്ലോ. സഹോദരങ്ങളെ, അതാണ് ചരിത്രം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ ഘട്ടത്തിലും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത്, അതേതായാലും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ആ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ധാരാളം പ്രാവശ്യം എന്നല്ല സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു. അവിടെ ഒരു തടയലും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകളെ തടയുന്ന ഒരു രീതി ഉത്തമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്നവർ പറയാറുള്ളൊരു വചനം ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന പ്രയോഗം ഖുർആനിലുണ്ടല്ലോ എന്നുള്ളതാണ്, ഹദീസിലുണ്ടല്ലോ എന്നുള്ളതാണ്. ഹദീസിൽ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വീട്ടിലാണ് കൂടുതൽ പ്രതിഫലമെങ്കിൽ പിന്നീട് എന്തിനാണ് മസ്ജിദിലേക്ക് വരുന്നത് എന്നതാണ് ചോദ്യം. നമസ്കരിക്കാൻ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ പോലും മസ്ജിദിൽ കേവല നമസ്കാരമാണോ നടക്കുന്നത്? മസ്ജിദിൽ ഉത്ബോധനങ്ങൾ നടക്കുന്നില്ലേ? മസ്ജിദിൽ ജുമുഅ ഖുതുബകൾ നടക്കുന്നില്ലേ? ജുമുഅ ദിവസത്തെ ഉത്ബോധനങ്ങൾ മസ്ജിദിൽ നടക്കുന്നില്ലേ? സഹോദരങ്ങളെ, അത് വിവിധ രീതികളിലാണെങ്കിലും പണ്ഡിതന്മാർ ആ ഉത്ബോധന
പ്രബോധന കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നില്ലേ, അതിലെ പുണ്യമെല്ലാം സ്ത്രീകൾക്ക് കൂടി നേടണമല്ലോ. ഇനി ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അങ്ങനെ നിസ്കാരത്തിന് വീടാണ് ഉത്തമം എന്ന ഒരു പരികൽപ്പന ഈ ഹദീസിന്റെ അടിത്തറയിൽ ഇസ്ലാമിക ലോകം ചരിത്രത്തിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ടോ എന്നതും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടുന്ന വിഷയമാണ്. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ വീടാണ് ഉത്തമം എന്ന് പറയുന്ന വാദഗതിയോടൊപ്പം പറയാറുള്ള വേറൊരു വചനം ഉമ്മുൽ ഹുമൈർ സായിരിയുമായി ബന്ധപ്പെട്ടൊരു നിവേദനമാണ്. അവർ വന്നുകൊണ്ട് ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, പ്രവാചകരെ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നമസ്കരിക്കലാണ് എന്റെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ളത് എന്ന് പറഞ്ഞു. എന്ന കാരണത്താൽ സ്ത്രീകളെ തടയണമെന്നാണ്. അവിടെയും ഉത്തമം എന്ന പ്രയോഗം എന്നുള്ളതല്ലാതെ സ്ത്രീകളെ തടയണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഉത്തമം എന്നതിലേക്ക് തന്നെ ഉത്തമമാണോ എന്നതിന്റെ വിശദീകരണം നമുക്ക് വഴിയെ നൽകാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഉമ്മുൽ ഹുമൈർ സായിരിയോട് താങ്കളുടെ വീടിന്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഉദ്ദേശം, അതുകൊണ്ട് അർത്ഥമാക്കപ്പെട്ടത് എന്താവാം, നമുക്കത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ്. നിർബന്ധ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ, നിർബന്ധ നമസ്കാരങ്ങളുടെ ജമാഅത്തിൽ, അതല്ലെങ്കിൽ ജുമുഅ നമസ്കാരത്തിൽ പ്രവാചകന്റെ കൂടെ പങ്കെടുക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രവാചകന്റെ കൂടെ ആ നമസ്കാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ സ്ത്രീകളെല്ലാം തന്നെ ധാരാളമായിട്ട് പങ്കെടുത്തു. അതിന് ബുഖാരി മുസ്ലിം അടക്കമുള്ള നിവേദനങ്ങൾ, ഹദീസുകൾ ധാരാളം നമ്മൾ വിശദീകരിച്ചതാണ്. റസൂലുള്ളാഹിന്റെ കൂടെ ജുമുഅ ജമാഅത്തുകൾക്ക് സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇമാം നവവി ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മുൽ ഹുമൈർ സായിരി എന്ന് പറയുന്ന ആ സഹോദരി റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചത് പണ്ഡിതന്മാരിൽ ചിലർ പറയാണ് അതവരെ പ്രവാചകന്റെ കൂടെ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കാനുള്ള അനുമതിയായിരിക്കാം അവർ ചോദിച്ചിട്ടുള്ളത് എന്ന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ പ്രത്യേക സാഹചര്യം, എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ പരിഗണിച്ച് രാത്രി നമസ്കാരം, വിശേഷിച്ചും റമദാനിലൊക്കെ രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തതിനും തെളിവുണ്ട്. പക്ഷേ അവരുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി, ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായി, അതല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് നൽകിയ ഒരു നിർദ്ദേശം എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതല്ലാതെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ സാഹചര്യത്തിലും വീടാണ് മസ്ജിദിനേക്കാൾ ഉത്തമമെന്ന് വിലയിരുത്താൻ പ്രവാചക ചര്യകളെ നീതിപൂർവവും സമ്പൂർണമായും സന്തുലിതമായും പഠിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിജ്റ 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്ന ഇമാം ഇബ്നു ഹസം ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെങ്കിൽ പിന്നീട് എന്തിന് ചൂടിലും തണുപ്പിലും രാത്രിയിലും പകലും ഒരുപോലെ സ്ത്രീകൾ കുട്ടികളെ പോലും എടുത്തുകൊണ്ട് പള്ളിയിൽ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദം അംഗീകരിച്ചു കൊടുത്തു. ചോദിക്കുന്ന ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമമെങ്കിൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടിലും തണുപ്പിലുമില്ലാതെ രാത്രിയോ പകലോ എന്നോ ഇല്ലാതെ സ്ത്രീകൾ കുട്ടികളെ പോലും എടുത്തുകൊണ്ട് പള്ളിയിൽ വരുമ്പോ റസൂലുള്ള എന്തിന് അത് നിശബ്ദമായിട്ട് അംഗീകരിച്ചു കൊടുത്തു? നല്ലതിന് വിരുദ്ധമായ കാര്യം നിശബ്ദം അംഗീകരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയല്ലല്ലോ എന്ന് പറയാണ്. നിങ്ങൾ അവരെ തടയണ്ട എന്ന് മാത്രമല്ലല്ലോ റസൂലുള്ള പറഞ്ഞത്, വൽയഖ്റുജ്ന തഫിലാത്തിൻ, അവരെ സുഗന്ധം പുരട്ടാതെ പള്ളികളിലേക്ക് പുറപ്പെടട്ടെ എന്നുള്ളതാണ്. മറ്റുള്ളവർ ആകർഷിക്കാത്ത രീതിയിൽ അവര് പള്ളികളിലേക്ക് പുറപ്പെടട്ടെ, വൽയഖ്റുജ്ന തഫിലാത്തിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവര് പുറപ്പെടട്ടെ, തടയണ്ട എന്ന് മാത്രമല്ല, വൽയഖ്റുജ്ന തഫിലാത്തിൻ എന്നാണല്ലോ, അവര് സുഗന്ധം പുരട്ടാതെ പള്ളിയിലേക്ക് പുറപ്പെടട്ടെ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊരു നന്മയുമല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് സ്ത്രീകളോട് പുറപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതെന്ന് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തടയാമായിരുന്നില്ലേ? അതുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ നന്മകൾ ധാരാളമുണ്ട്. അത് സ്ത്രീകൾക്കുമുണ്ട്, അത് പുരുഷന്മാർക്കുമുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അതിന്റെ വ്യാപ്തിയിൽ സ്ത്രീകൾ കൂടി ഉൾക്കൊള്ളുന്നു എന്നാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതല്ലാതെ ആ 27 ഇരട്ടി പ്രതിഫലത്തിന്റെ വ്യാപ്തിയിൽ പുരുഷന്മാർ മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്ത്രീകൾ കൂടി അതിന്റെ വ്യാപ്തിയിൽ ഉൾക്കൊള്ളുമെന്നാണ് ഇമാം ഇബ്നു ഹസം
റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്, സഹോദരങ്ങളെ, ഫിത്നവാദമാണ് മറ്റൊന്ന്. ഈ കാലത്ത് കുഴപ്പങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ കുഴപ്പം കൂടും എന്നതാണ് വിശദീകരണം. അതല്ലെങ്കിൽ ആ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം പറയും. ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: ഇക്കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുമായിരുന്നു. ഇക്കാലത്ത് പെണ്ണുങ്ങൾ ചെയ്യുന്ന റസൂലുള്ള കണ്ടിരുന്നുവെങ്കിൽ പ്രവാചകൻ അവരെ തടയുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തടയാം. സത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പ്രവാചകൻ തടഞ്ഞിട്ടില്ല. തടയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ പോലും നമുക്കും തടയാൻ അനുമതിയില്ല. തടയരുത് എന്ന് സരീഹായി തന്നെ, വളരെ ക്ലിയറായി തന്നെ, വളരെ കൃത്യമായി തന്നെ റസൂലുള്ളാഹി നിർദ്ദേശിക്കുകയാണ്. പക്ഷേ ഫിത്ന ഭയം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ തടയുകയാണ്. പക്ഷേ ഈ ഫിത്ന ഭയം പലയിടത്തും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഉറൂസുകൾക്ക് സ്ത്രീകൾ പങ്കെടുക്കുന്നു, ദർഗകൾക്ക് സ്ത്രീ പുരുഷന്മാർ ഒരു ഉപാധികളും ദർഗകളിലും ഉറൂസുകളിലും എല്ലാം തന്നെ ഒരു ഉപാധികളും പാലിക്കാതെ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫിത്നയുടെ പേരിൽ ഇതിനെയൊന്നും തടയാത്തവർ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് മാത്രം ഫിത്നയായി കാണുന്നു എന്നുള്ളതാണ്. ഒരു ഫിത്ന ഭയപ്പെട്ടിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സംഭവം ഉണ്ടായി എന്ന് കാണുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. വായിലുൽ കിന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ് വായിലുൽ കിന്ദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്താണ് ആ സംഭവം? ഇന്നംറഅതൻ വഖഅ അലൈഹാ റജുലുൻ ഫീ സബാദി സുബ്ഹ്. ഈ പ്രഭാതത്തിന്റെ കൂരിരുട്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. പ്രഭാതത്തിന്റെ ഇരുട്ടിൽ ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകുമ്പോൾ വഹിയ തഅമിദു ഇലൽ മസ്ജിദ്, പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ നീങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഒരു പുരുഷൻ അവരുടെ മേൽ ചാടി വീണു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായി. ഫസ്തഗാസത് ബിറജുലിൻ മർറ അലൈഹാ വഫറ സ്വാഹിബുഹാ. പക്ഷേ ആക്രമിച്ച ആ ചാടി വീണ മനുഷ്യൻ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്തേക്ക് വന്ന ഒരാളോട് ഈ സ്ത്രീ സഹായം ചോദിച്ചു. പിന്നീട് ആ സംഭവം കുറച്ച് വിശദീകരിക്കേണ്ടതാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിലുണ്ടായി. പക്ഷേ അപ്പോഴും തടഞ്ഞിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലും, ഫിത്നയാണെന്ന് വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുലഫാഉ റാഷിദുകളോ തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തടയാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മക്കയിലും അതുപോലെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിലുമെല്ലാം, അവിടെ മാത്രമല്ല ഷാഫിഈ മദ്ഹബുകാർ ധാരാളം ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇന്തോനേഷ്യ പോലുള്ള, മലേഷ്യ പോലെ, സിംഗപ്പൂർ പോലെ, ബ്രൂണൈ പോലുള്ള ധാരാളം പ്രദേശങ്ങളിൽ പുരുഷന്മാർ പള്ളിയിൽ പോകുന്നത് പോലെ ജുമുഅ ജമാഅത്തുകളിൽ എവിടെയെങ്കിലും പള്ളിയോടടുത്ത് ഏതെങ്കിലും ഒരു കാട്ടിലോ അതല്ലെങ്കിൽ വിജനമായ സ്ഥലത്തോ ഒരു റൂമുണ്ടാക്കി സ്ത്രീകളുടെ നിസ്കാര സ്ഥലം എന്ന് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും എഴുതി വെച്ചതുപോലെയല്ല, സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു. ഷാഫിഈ മദ്ഹബുകാർ തന്നെ ധാരാളം ജീവിക്കുന്ന രാജ്യങ്ങളിൽ അതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് സ്ത്രീകളുടെ അവകാശമാണ്. ഇത് സ്ത്രീകളുടെ അവകാശമാണ്. ഖുർആനും സുന്നത്തും സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും അംഗീകരിച്ചു കൊടുക്കണം. നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ മുമ്പിൽ സമുദായ നേതൃത്വം, സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തിന്റെ മുമ്പിൽ, അവരുടെ ജുമുഅ ജമാഅത്തുകളിലെ പങ്കാളിത്തത്തിന് മുമ്പിൽ സമുദായ നേതൃത്വവും പണ്ഡിതന്മാരും വിലങ്ങുതടിയാവാതിരിക്കുക. കൃത്യമായിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്കത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മസ്ജിദിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലേക്ക് സഹായങ്ങൾ നൽകുന്നവർ, സംഭാവനകൾ നൽകുന്നവർ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കണം. ധാരാളം ആളുകൾ സംഭാവന ചെയ്ത ആളുകളാണ്, അതുപോലെ വാഗ്ദാനം ചെയ്തവരെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ വാഗ്ദാനം ചെയ്ത സംഖ്യകൾ അവർ പൂർത്തീകരിച്ച് നൽകണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ സൗകര്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ സഹായങ്ങൾ നൽകിക്കൊണ്ട്, സംഭാവനകൾ നൽകിക്കൊണ്ട് നമ്മുടെ മസ്ജിദ് വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിനെ പിന്തുണക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മസ്ജിദ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സംഭാവനകൾ അർപ്പിക്കുന്നവർ എന്തെല്ലാം ഉദ്ദേശങ്ങളോട് കൂടിയാണ് അവരുടെ സംഭാവനകൾ അർപ്പിക്കുന്നത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും, നമുക്കും തഖ്വയും ഈമാനും അള്ളാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഷിഫാഉൻ കാമിൽ, പൂർണ്ണമായ ശമനവും പൂർണ്ണമായ ആരോഗ്യവും നൽകിക്കൊണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കളിൽ, സഹോദരിമാരിൽ വിവാഹപ്രായമായിട്ടും അതുപോലെ സഹോദരന്മാരിൽ വിവാഹപ്രായമായിട്ടും വിവാഹം സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവരുടെ വിവാഹം, അവരുടെ മംഗല്യം പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ പടച്ചവനെ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഇന്ന് കേൾക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.